ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാവർക്കും ഹരി ഓം. ഓം നമോ നാരായണ. നമുക്ക് ആദ്യം മുതലൊന്ന് മനനം ചെയ്തിട്ട് നമുക്ക് നവമ ബ്രാഹ്മണത്തിലേക്ക് വരാം. എല്ലാവരും ആദ്യത്തെ ഭാഗം നോട്ട് ബുക്ക് എടുക്കുമോ? അത് പറയുന്നതൊക്കെ ശരിയാണോ, എഴുതിയത് നമുക്ക് ശരിയാണോ എന്നൊക്കെ നോക്കി പോകാം. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മൾ 83ാമത്തെ ക്ലാസ്സിലാണ് ഇത് ആരംഭിച്ചത്, അതായത് തൃതീയ അധ്യായം ജൽപരൂപോപപത്തി. ഇപ്പം അത്രയും ഇന്ന് 151ാമത്തെ ക്ലാസ്സാണ്. അപ്പം അത്രയും സമയം കൊണ്ട് നമുക്ക് ഒരാവർത്തിയെങ്കിലും 8 ബ്രാഹ്മണങ്ങൾ സാമാന്യമായി കാണാൻ സാധിച്ചു. അധ ശുക്ലയജുർവേദീയ കാൺവശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത്. ബൃഹദാരണ്യ ഉപനിഷത്ത് നമ്മൾ ആരംഭിച്ചപ്പോൾ പറഞ്ഞിരുന്നു 3 കാണ്ഡമുണ്ട്. ഒന്നാമത്തെ കാണ്ഡം 2 അധ്യായങ്ങളായിക്കൊണ്ട് മധുകാണ്ഡം, അതിൽ ഉപാസനാ പ്രകരണം ബ്രഹ്മവിദ്യാ പ്രകരണം എന്ന് പറഞ്ഞ 2 അധ്യായങ്ങൾ നമ്മൾ കണ്ടു. അവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട, ബൃഹദാരണ്യ പഠനത്തിൽ ഓർത്ത് വെക്കേണ്ടത് ഒന്ന്, നവാരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി ആത്മാവരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ അരേ മൈത്രേയി. പറയുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി. ഓർക്കാൻ വേണ്ടിയാണ് ഈ ഒരു നമ്മൾ സമയം മാറ്റി വെക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ നേതി വിചാരം, ഇതായിരുന്നു മധുകാണ്ഡത്തിലെ ഏറ്റവും സുപ്രധാനങ്ങളായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ 2ാമത്തെ കാണ്ഡമാണ് മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം. ഇതിൽ 2 അധ്യായങ്ങളാണ്. 3ാമത്തെ അധ്യായത്തിൻ്റെ പേര് ജൽപരൂപ ഉപപത്തി പ്രകരണം. 4ാമത്തെ അധ്യായത്തിൻ്റെ പേര് വാദരൂപ ഉപപത്തി പ്രകരണം. ജൽപരൂപ ഉപപത്തി പ്രകരണം എന്നതാണ് ഈ അധ്യായത്തിൻ്റെ പ്രതിജ്ഞ. പ്രതിജ്ഞ എന്ന് വെച്ചാൽ യാജ്ഞവൽക്യ മഹർഷിക്ക് നമ്മളോട് പറഞ്ഞു തരാനുള്ള മെയിൻ ടോപ്പിക് ഇതാണ്. എന്ന് വെച്ചാൽ ജൽപരൂപം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു. പരമത നിരാകരണപൂർവക സ്വമത സ്ഥാപനം. യാജ്ഞവൽക്യ മഹർഷി എന്നത് അദ്വൈത ആചാര്യനാണ്. ആ അദ്വൈത സിദ്ധാന്തത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ എതിർക്കാൻ വരുന്ന പൂർവപക്ഷികളെ അദ്വൈതത്തിലൂടെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ആ വാദപ്രതിവാദ രൂപമാണ് 9 ബ്രാഹ്മണങ്ങളായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി 3ാം അധ്യായം. അപ്പം നമ്മുടെ മനസ്സിൽ ആ ഓരോ കഥാപാത്രങ്ങൾ വരണം. ജനക മഹാരാജാവിൻ്റെ ജനകസഭ, അവിടെ വിദ്വാൻമാർ, ജനക മഹാരാജാവ് യാഗ അനന്തരം വിദ്വത്സഭ നടത്തുകയാണ്. ആ വിദ്വാൻമാരെ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ആ രാജ്യസഭയിൽ വാദപ്രതിവാദം നടത്താൻ പോവുകയാണ്. അപ്പോൾ ആദ്യം അദ്ദേഹം എന്ത് പറയുന്നു? 1000 പശുക്കളെയൊക്കെ ഞാൻ നൽകുകയാണ്, ആര് ജയിക്കുന്നു അവർക്കെന്നുള്ള വിളംബരം കൊടുത്തു. അതിനുശേഷം വാദപ്രതിവാദത്തിലേക്ക് വരുന്നതിന് മുമ്പ് യാജ്ഞവൽക്യ മഹർഷി തൻ്റെ ശിഷ്യനായ സാമശ്രവസനോട് ഇതിനെല്ലാം നമ്മളുടെ ആശ്രമത്തിലേക്ക് അല്ലെ ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോളൂ എന്ന് പറയുന്നു. ഇത് കണ്ടിട്ട് ക്രോധാകുലരായ
പണ്ഡിതന്മാർ എതിർക്കാൻ വരികയാണ്. അപ്പം അതാണ് കഥാസന്ദർഭം. ആദ്യം വന്നത് അശ്വലനാണ്. അശ്വല ബ്രാഹ്മണം, തൃതീയ അധ്യായം പ്രഥമ ബ്രാഹ്മണമാണ് അശ്വല ബ്രാഹ്മണം. അശ്വലൻ്റെ ചോദ്യങ്ങൾ നമ്മൾ കാണുകയാണ് ചെയ്തത്. അതിൽ 10 മന്ത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ മന്ത്രങ്ങളൊക്കെ ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിലെ ആ കഥകൾ പറയുകയായിരുന്നു ശാസ്ത്രാർത്ഥികളുമായി വരുന്നത് എല്ലാം. അതിനുശേഷം 3-ാമത്തെ മന്ത്രം മുതലാണ് യാജ്ഞവൽക്യ മഹർഷിയോടായി അശ്വലൻ്റെ ചോദ്യം ആരംഭിക്കുന്നത് അല്ലേ. ആ ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയും അല്ലേ. മൃത്യോഹോ ആപ്തിം അതിമുച്യത ഇതി. എങ്ങനെയാണ് ഒരാൾ, അത് ഇവിടെ ഉദാഹരണമായി യജ്ഞം ചെയ്യുന്ന ആളെയാണ് പറഞ്ഞത്. ഏതൊരു ജീവനും മരണം എന്നത് നിശ്ചിതമാണ്, അതുകൊണ്ട് മരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നതായിരുന്നു പ്രഥമ ചോദ്യകർത്താവായ അശ്വലൻ്റെ ചോദ്യം. അശ്വലൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ അവിടെ നമ്മൾ കണ്ടു. ഹോതാവ് എന്ന്, അതായത് ജനക മഹാരാജാവിൻ്റെ രാജ്യത്തെ യജ്ഞയാഗാദികളുടെ മുഖ്യ പുരോഹിതനായിരുന്നു അശ്വലൻ. അപ്പം അശ്വലൻ്റെ ചോദ്യം കർമ്മകാണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങളായിരുന്നു അശ്വലൻ ചോദിക്കുന്നത്. പക്ഷെ അതിലും പ്രധാനം കർമ്മകാണ്ഡം മാത്രമല്ല, അശ്വലൻ മൃത്യുവിനെ എങ്ങനെ രക്ഷ നേടാം എന്നുള്ള ചോദ്യം യാജ്ഞവൽക്യ മഹർഷി അതിന് വിസ്തരിച്ച് മറുപടി പറയുന്നത് നമ്മൾ കണ്ടു. മരണം എന്നത് സർവ്വജീവനും വരിച്ചേ പറ്റുകയുള്ളൂ. മരണത്തെ, അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ആര് പരമാത്മാവിനെ ആശ്രയിക്കുന്നുവോ, മറ്റു ലോകങ്ങളിൽ യജ്ഞയാഗാദി കൊണ്ട് നേടാൻ സാധിക്കുന്ന ലോകമോ ലോകപ്രാപ്തിയോ ഭോഗപ്രാപ്തിയോ ശാശ്വതമല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ അടുത്ത ബ്രാഹ്മണത്തിലേക്ക് അല്ലേ, തൃതീയ അധ്യായം ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം. ആർത്തഭാഗൻ, അവിടെയും ചോദ്യങ്ങൾ 13 മന്ത്രങ്ങളായിരുന്നു ആർത്തഭാഗ ബ്രാഹ്മണത്തിൽ ഉണ്ടായിരുന്നത്. ആർത്തഭാഗൻ്റെ ചോദ്യം ഗ്രഹ അതിഗ്രഹങ്ങളെ കുറിച്ചാണ്. അതായത് ഇന്ദ്രിയങ്ങളിലൂടെ ഒരു ജീവൻ പുറത്തു നിന്നും സ്വീകരിക്കുന്ന വിഷയങ്ങളെയും അതിൽ ഏതൊക്കെയാണ് എന്ന് ആർത്തഭാഗൻ്റെ ചോദ്യം. യാജ്ഞവൽക്യ മഹർഷി പ്രധാനമായ ഇന്ദ്രിയങ്ങളെയൊക്കെ പറഞ്ഞു. ഘ്രാണേന്ദ്രിയം, വാഗേന്ദ്രിയം, രസനേന്ദ്രിയം, ചക്ഷുരേന്ദ്രിയം ഇത്യാദികൾ പറഞ്ഞു. അതിൻ്റെ വിഷയങ്ങൾ, അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും പറഞ്ഞു. അവിടെ ദേവതകളെ പരാമർശിച്ചിട്ടില്ല യാജ്ഞവൽക്യ മഹർഷി. എന്തുകൊണ്ടാവാം? നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്ന ശാസ്ത്രാർത്ഥികൾ ആരും ഗുരുകുലവാസം നടത്താത്തവരോ വേദാധ്യയനം നടത്താത്തവരോ അല്ല. എല്ലാവരും ശാസ്ത്രാർത്ഥികളും പണ്ഡിതന്മാരുമാണ്. അപ്പോൾ അവരോട് അത്ര ഡീറ്റെയിലേക്ക് പോകണ്ടാത്തത് കൊണ്ടാണ് അവിടെ അടിസ്ഥാന ദേവതകളെക്കുറിച്ച് പറയാതിരുന്നത്. പക്ഷെ നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു. ഘ്രാണേന്ദ്രിയത്തിൻ്റെ ദേവത അശ്വിനികുമാരന്മാർ, വാഗേന്ദ്രിയത്തിൻ്റെ അഗ്നിദേവത ഇത്യാദികൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പം ഈ ദേവതകളുടെ സഹായത്തിനാലാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ ഇന്ദ്രിയങ്ങളിലൂടെ കാഴ്ച എന്ന അനുഭവം, ശ്രവണം എന്ന അനുഭവം ഇത്യാദി അനുഭവങ്ങൾ ജീവന് സാധ്യമാകുന്നത് എന്ന് യാജ്ഞവൽക്യ മഹർഷി അവിടെ പറഞ്ഞു തരുന്നതാണ് നമ്മൾ കണ്ടത്. അവിടെയും സ്വർഗലോകത്തിൻ്റെ നശ്വരതയും നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ബ്രാഹ്മണത്തിൽ അവസാന ഭാഗമായിരുന്നു. നമ്മളത് അണ്ടർലൈനൊക്കെ ചെയ്തിരുന്നതാണ്. ഒരുമിച്ച് പാരായണം ചെയ്യുക. അവസാനം മാത്രം, അതായത് 13-ാമത്തെ മന്ത്രത്തിൻ്റെ അവസാന ഭാഗം, ആർത്തഭാഗ ബ്രാഹ്മണത്തിൻ്റെ അവസാനം. പുണ്യോ വൈ പുണ്യേന കർമ്മണാ ഭവതി പാപഃ പാപേന ഇതി. എങ്ങനെയാണ് ഇതാണ് പുനർജന്മ സിദ്ധാന്ത മന്ത്രം, അല്ലെ വാക്യം എന്നും പറയാം കേട്ടോ. ഉപനിഷത്തുക്കളിൽ അല്ലെങ്കിൽ വേദത്തിൽ തന്നെ, വേദത്തിൻ്റെ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉപനിഷത്തുക്കളിൽ പുനർജന്മ സിദ്ധാന്തം എന്നത് ഏറ്റവും
സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അതിനെ ക്രോഡീകരിച്ച് പറയുന്ന ഭാഗം ബൃഹദാരണ്യ ഉപനിഷത്തിൻ്റെ ഈ ഭാഗമാണ്. ഒരു ജീവൻ്റെ പുനർജന്മം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അവർ പുണ്യമാണെങ്കിൽ പുണ്യലോക, പുണ്യഭോഗ, പുണ്യശരീരപ്രാപ്തി. പാപമാണ് ചെയ്യുന്നതെങ്കിൽ പാപലോക, അല്ലേ, പാപശരീരപ്രാപ്തി എന്ന് പറയും. ഉഭാഭ്യാം മനുഷ്യലോക എന്ന് നമ്മളവിടെ പ്രശ്നോപനിഷത്തിൽ മന്ത്രത്തെയും അധികരിച്ച് റെഫർ ചെയ്ത് പറഞ്ഞിരുന്നു. അതായിരുന്നു ആ ബ്രാഹ്മണത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനുശേഷം നമ്മൾ അടുത്ത ബ്രാഹ്മണത്തിൽ ഭുജു ബ്രാഹ്മണം. ഭുജു ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു അവിടെ. ആർത്തഭാഗൻ ഉപരമിച്ചതിനു ശേഷം ഭുജുവിൻ്റെ ചോദ്യം. അവിടെ ഭുജു മദ്രദേശത്ത് പോയി. മദ്രദേശത്ത് പതഞ്ജലൻ കാപ്യൻ എന്ന ആളുടെ പുത്രിയുടെ ദേഹത്ത് വരുന്ന ദുഹീത ഗന്ധർവ ഗൃഹീത, അല്ലേ, ആ ഗന്ധർവനോടായിട്ടുള്ള ചോദ്യം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ സന്ദർഭം പറഞ്ഞു ഭുജുവിൻ്റെ. അപ്പം ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ ഇവിടെ എനിക്കറിയ വേണം എന്ന് യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് ചോദ്യം ചോദിക്കുന്നു. അവിടെ നമ്മൾ പാരിഷിതന്മാരെ കുറിച്ച് പുതിയൊരു വാക്ക് അവിടെ പഠിച്ചിരുന്നു. പാരിഷിത, പരിതഃ ദുഃഖം പാപം ക്ഷീയഃ ഇതി പാരിക്ഷിതാഃ, അല്ലേ. അതായത് വലിയ ദുഃഖങ്ങളെ, പാപങ്ങളെ ഇല്ലാണ്ടാക്കുവാനായി വേദം നിർദ്ദേശിക്കുന്ന യാഗമാണ് പരീക്ഷിത് എന്ന യാഗം. അത് ചെയ്തു കഴിഞ്ഞാൽ ആ യാഗം ചെയ്യുന്ന ആള് പാപത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും, ഇവിടെ നമ്മളവിടെ ചർച്ച ചെയ്യുന്നു ബ്രഹ്മഹത്യാ പാപത്തിനെ കുറിച്ച്, അതിൽ നിന്നും രക്ഷ നേടാനായി ചെയ്യുന്ന യാഗമാണ് പരീക്ഷിത് എന്ന യാഗം. അത് ചെയ്തു കഴിഞ്ഞാൽ അവർ പാരിഷിതരായി മാറും, അല്ലേ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ രാജാ യുധിഷ്ഠിരനൊക്കെ എന്താണ് യാഗം ചെയ്ത് ആദ്യം യുദ്ധത്തിലൂടെ സകല നാട്ടുരാജ്യങ്ങളെയും കീഴടക്കി ചക്രവർത്തിയായി. പിന്നെ രാജാ യുധിഷ്ഠിരൻ എന്നല്ല, ചക്രവർത്തി എന്നുള്ള ടൈറ്റിൽ കിട്ടുമല്ലേ. അനേകം നാട്ടുരാജ്യങ്ങളെ വിജയിച്ചു കഴിഞ്ഞ് പിന്നെ ആ രാജ്യത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പദവി. അപ്പം അതുപോലെ തന്നെ നമ്മളവിടെ ഉദാഹരണം കണ്ടത്. അതുപോലെ ഇവിടെ പാരീക്ഷിതർ എന്നുള്ള വാക്ക് യാജ്ഞവൽക്യ മഹർഷി നമുക്ക് പറഞ്ഞു തന്നു, അല്ലേ. പിന്നെ പാരീക്ഷിതന്മാരെവിടെയാണോ പോകുന്നത്, അശ്വമേധ യാജികളെ കുറിച്ച് അവിടെ കൂടുതലും എന്തായിരുന്നു, 1 മുതൽ 3 വരെയുള്ള ബ്രാഹ്മണങ്ങളിൽ യജ്ഞയാഗത്തിനെ കുറിച്ചും ഉപാസനകളിലൂടെ കിട്ടുന്ന ഫലത്തിനെ കുറിച്ചുമാണ് അശ്വലൻ, ആർത്തഭാഗൻ, ഭുജു എന്ന 3 ചോദ്യകർത്താക്കൾ ചോദിച്ചത്. അതിന് മറുപടിയായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയുടെ ഉത്തരവും കർമ്മകാണ്ഡത്തെ അധികരിച്ചായിരുന്നു. പക്ഷെ അതിനൊക്കെ അവസാനമായി യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറഞ്ഞു തന്നത് പുനരാവർത്തി, പുനർജന്മ സിദ്ധാന്തം. അതായിരുന്നു 3 ബ്രാഹ്മണങ്ങളുടെയും കാതലായി നമ്മൾ കണ്ടത്. അതിനുശേഷം ഇനി നമുക്ക് അടുത്ത ബ്രാഹ്മണത്തിലേക്ക് പോകാം. ഉഷസ്ഥ ബ്രാഹ്മണം, അല്ലെ. അവിടെയാണ് ബ്രഹ്മവിദ്യ ആരംഭം, അല്ലെ. 4 മുതൽ 9 വരെയുള്ള ബ്രാഹ്മണങ്ങളാണ് വേദാന്തം കൂടുതലായും ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ജ്ഞാനകാന്ഡം കൂടുതലായും ചർച്ച ചെയ്യുന്നതും, അല്ലെങ്കിൽ ചർച്ച എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദ ചർച്ച. ചോദ്യകർത്താക്കളുടെ ചോദ്യം ജ്ഞാനകാന്ഡത്തെ അധികരിച്ചുള്ളതായിരുന്നു. അവിടെ ഉഷസ്ഥൻ ചോദിച്ചത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, എന്താണ് അപരോക്ഷം ബ്രഹ്മൻ എന്ന ചോദ്യം. അതിന് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നത് രണ്ടാമത്തെ മന്ത്രത്തിൽ. അവിടെയും നമ്മൾ അണ്ടർലൈൻ ചെയ്തെന്ന് വിചാരിക്കുന്ന ഉള്ളവർ കൂടെ വായിക്കുക. ന ദൃഷ്ടേഹേ ദൃഷ്ടാരം പശ്യേ, ന ശ്രുതേഹേ ശ്രോതാരം ശൃണുയാഹ, ന മദേഹേ മന്ദാരം മന്വീതാഹ, ന വിജ്ഞാദേഹേ വിജ്ഞാതാരം വിജാനീയാഹ, ഏഷദാത്മാ സർവാന്തരഃ അതഃ അന്യത് ആർത്തം.
അവിടെ ഈ ഉഷസ്ഥ ബ്രാഹ്മണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പഞ്ചപ്രാണനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. യഹ പ്രാണേന പ്രാണിതി സദാത്മാ സർവാന്തരഃ അപാനേന വ്യാനേന ഉദാനേന സമാനേന ഇത്യാദി പഞ്ചപ്രാണ വിവേകമാണ് ഉഷസ്ഥ ബ്രാഹ്മണത്തിൽ. ഉഷസ്ഥൻ്റെ അപരോക്ഷ ബ്രഹ്മം എന്ത് എന്നുള്ള ചോദ്യത്തിന് യാജ്ഞവൽക്യ മഹർഷി മറുപടി കൊടുത്തത്. അതിനുശേഷം ഉഷസ്ഥൻ ഉപരമിച്ചതിന് ശേഷം ചതുർത്ഥ ബ്രാഹ്മണത്തിൽ ചതുർത്ഥ ബ്രാഹ്മണം ഉഷസ്ഥ ബ്രാഹ്മണ 2 മന്ത്രങ്ങൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉഷസ്ഥൻ ഉപരമിച്ചതിന് ശേഷം പഞ്ചമ ബ്രാഹ്മണത്തിൽ കഹോല ബ്രാഹ്മണം, ഒറ്റ മന്ത്രം മാത്രമേ. കഹോലൻ ചോദ്യവും കഹോലന്റെ ഉത്തരവും യാജ്ഞവൽക്യ ഞാൻ പറയാം അമ്മ. അതെയോ, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഫോൺ ഞാൻ പറയാട്ടാ, ഞാൻ ഫോൺ ചെയ്യാം. തൃതീയോധ്യായം പഞ്ചമ ബ്രാഹ്മണ കഹോല ബ്രാഹ്മണത്തിലും സാധനാവിചാരത്തിൽ കഹോലൻ കൗശീതികി അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഏതൊരു ആത്മാവാണോ അപരോക്ഷമായിരിക്കുന്നത്, സർവാന്തര്യാമിയായിരിക്കുന്നത്, അത് തന്നെ എനിക്ക് ഉപദേശിച്ചാലും എന്നാണ് കഹോലൻ ചോദിക്കുന്നത്. ആ കഹോലൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് ഷഡൂർമി വിചാരമാണ് അല്ലേ. അതായത് പരമാത്മാവിന് നമ്മളെപ്പോലെ ഉണ്ടാകുക, ജനിക്കുക, വളരുക അല്ലേ, അത് കഴിഞ്ഞ് കുറേ കാലം ആ വളർച്ച സ്ഥായിയായി നിൽക്കുക, അതിനുശേഷം അതിന് അപക്ഷയം സംഭവിക്കുക, അങ്ങനെ ക്ഷയിച്ച് അവസാനം അത് നാശമാകുക ഇത്യാദി വികാരങ്ങളൊന്നും ഉള്ളതല്ല. അതാണ് അന്തര്യാമി പരമാത്മ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ആ വാക്ക് മനനം ചെയ്യണം. ഷഡൂർമി, ഷഡെന്ന് വെച്ചാൽ 6, ഊർമി എന്ന് വെച്ചാൽ തിരമാലകൾ, അതായത് ഈ മാറ്റം. തിരമാല എന്ന് വെച്ചാൽ അസ്തിത്വമില്ലായ്മ എന്നതാണ് അവിടെ ഊർമി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോലെ പരിണാമത്തിന്, അതാണ് മാറ്റം എന്ന് വെച്ചാൽ പരിണാമം, ആ പരിണാമത്തിന് വിധേയനല്ല പരമാത്മ എന്നതായിരുന്നു യാജ്ഞവൽക്യ മഹർഷി അവിടെ പ്രധാനമായും പറഞ്ഞത്. ആ ഷഡൂർമികൾ ഒന്ന് പറയാം, നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നോക്കുക ശരിയാണോ എന്ന്. അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അല്ലേ, അപക്ഷീയതേ വിനശ്യതി. അസ്ഥി ജായതേ വർദ്ധതേ വിപരീണമതേ അപക്ഷീയതേ വിനശ്യതി. അത് മനഃപ്പാഠം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആണത്. ഈ 6 വാക്കുകൾ എളുപ്പമാണ്. ഇനി സംസ്കൃതം മനഃപ്പാഠം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ വ്യാഖ്യാനം എങ്കിലും ഓർത്താൽ മതി. ഷഡൂർമി വിചാരം. അതിനുശേഷം ഒരാൾ എങ്ങനെ ജീവൻ മുക്തനാകുമെന്നും അവിടെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. ആരാണോ എൻ്റെ ശരീരത്തിന് മാത്രമേ ഈ ഷഡൂർമി, ഈ പരിണാമം ഉണ്ടാകുന്നുള്ളൂ, എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവ് എന്നത് ഷഡൂർമി രഹിതനാണ് എന്നാര് മനസ്സിലാക്കുന്നു അവർ ജീവൻ മുക്തരാകുന്നു. ധ്വംസഃ അവിവേകഃ ബ്രാഹ്മണാഃ, അവർ ബ്രാഹ്മണരാകുന്നു. അപക്ഷീയതേ വിനശ്യതി. അപക്ഷീയതേ വിനശ്യതി. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ബ്രാഹ്മണാഹ തം വൈ ഏതം ആത്മാനം വിദിത്വാ ബ്രാഹ്മണാഹ, ആര് ഇത് തിരിച്ചറിയുന്നു അവർ ബ്രാഹ്മണരാകുന്നു. അവിടെ ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടിരുന്നു. ധ്വംസ അവിവേകഃ അല്ലേ, നമുക്ക് അവിവേകം എന്ന് പറഞ്ഞാൽ ഇവിടെ അജ്ഞാനം. എന്ത്
എൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന പരമാത്മാവ് ഷഡൂർമിരഹിതനാണ് എന്നുള്ള അജ്ഞാനം ആര് മാറ്റുന്നു അവർ ബ്രാഹ്മണരാകുന്നു എന്ന് പറഞ്ഞു. എന്താണ് എന്ന ചോദ്യം കഹോലൻ്റെ ചോദ്യത്തിന് മാത്രമല്ല യാജ്ഞവൽക്യ മഹർഷി, അപരോക്ഷം എന്താണ് എന്ന ചോദ്യത്തിന് മാത്രമല്ല യാജ്ഞവൽക്യ മഹർഷി മറുപടി പറയുന്നത്, അപരോക്ഷ ജ്ഞാനം കിട്ടുന്നവർക്ക് എന്താണ് ഫലം എന്നും കൂടെ കഹോല ബ്രാഹ്മണത്തിൽ പറഞ്ഞിരുന്നു. അതായിരുന്നു ആ ബ്രാഹ്മണത്തിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത ബ്രാഹ്മണത്തിലേക്ക് പോകാം. തൃതീയോധ്യായം, ഷഷ്ടബ്രാഹ്മണം, ഗാർഗി ബ്രാഹ്മണം അല്ലേ. ഗാർഗി ബ്രാഹ്മണത്തിൻ്റെ മറ്റൊരു പേരായിരുന്നു ഓതപ്രോത ബ്രാഹ്മണം. ഒറ്റ മന്ത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വാജജ്ഞവി ഗാർഗി ചോദിച്ചത് സർവലോകങ്ങൾക്കും കാലത്തിനും ഓതപ്രോതം എന്ന് വെച്ചാൽ എല്ലാറ്റിനെയും ചേർത്ത് കോർത്ത് നിൽക്കുന്ന ആ ശക്തി സ്രോതസ് എന്താണ് യാജ്ഞവൽക്യ മഹർഷി എന്നതായിരുന്നു ബ്രഹ്മവാദിനിയായ ഗാർഗിയുടെ ചോദ്യം. ഗാർഗിയുടെ ചോദ്യത്തിന് യാജ്ഞവൽക്യ മഹർഷി മറുപടി പറഞ്ഞ് പരമാത്മാവാകുന്നു എന്ന് ഗാർഗിക്ക് മൊത്തത്തിൽ മറുപടി പറഞ്ഞു. ഓരോ ലോകങ്ങളെ എടുത്തെടുത്ത് ഗാർഗി ചോദിച്ച് അന്തരീക്ഷലോകം, ഗന്ധർവലോകം അല്ലേ, അങ്ങനെ ഓരോ നക്ഷത്രലോകം, ദേവലോകം, ഇന്ദ്രലോകം ഇത്യാദി ഓരോന്നിനെയും ഗാർഗി എടുത്തെടുത്ത് ചോദിച്ചു. യാജ്ഞവൽക്യ മഹർഷി അതിനെല്ലാം മറുപടി പറഞ്ഞത് പരമാത്മാവാണ് ഗാർഗി എല്ലാ ലോകത്തിനും ആധാരമായിരിക്കുന്നത് എന്ന്. ഇനിയും ഗാർഗി ചോദിക്കുന്നത് അവസാനിപ്പിക്കാത്തത് കൊണ്ട് ഗാർഗിയോട് പറഞ്ഞു, മാ അതിപ്രാക്ഷിഹി മാതേ മൂർധ വ്യപത്തത്. അല്ലയോ ഗാർഗി, നീ അതിര് കടക്കുന്നു നിന്റെ ചോദ്യങ്ങൾ. അതായത് ഈ ഇന്ദ്രലോകം കഴിഞ്ഞ് ബ്രഹ്മലോകം എത്തി, അത് കഴിഞ്ഞു ഇനി ഏത് ലോകത്തെക്കുറിച്ചാണ് നിനക്ക് അറിയേണ്ടത്? എൻ്റെ എല്ലാ ഉത്തരവും ഒന്നായിരുന്നല്ലോ, നീ അത് ശ്രദ്ധിക്കാതെ. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയല്ലേ, നമുക്ക് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിനി അടുത്ത ഡയലോഗ് എന്താണെന്നാണ് അതാണ് ശ്രദ്ധ. ഉത്തരത്തിലേക്ക് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വരാറില്ലേ. അവർ പറയുന്നത് കേൾക്കുകയല്ല, അടുത്തത് എനിക്ക് എന്ത് ചോദിക്കാം എന്നുള്ളതിലായിരിക്കും നമ്മളുടെ ശ്രദ്ധ. അപ്പോൾ എന്താണ്, പറയുന്നതിൽ ശ്രദ്ധയില്ലാതെ വരുമ്പോൾ നമുക്ക് സംശയം മാറില്ല. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ഗാർഗിക്ക് പറ്റിയത്. അത് മനസ്സിലാക്കിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, നീ ഇനിയും ചോദ്യം ചോദിച്ചാൽ, അവിടെയും നമ്മൾ ബ്രഹ്മഹത്യാ പാപത്തിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു, മാ അതിപ്രാക്ഷിഹി എന്ന്. തതോഹ ഗാർഗി വാജജ്ഞവി ഉപരരാമ. അങ്ങനെ ഉപരമിച്ചു ഗാർഗി. ഗാർഗിയുടെ ചോദ്യം അതിപ്രാക്ഷിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മറ്റ് പണ്ഡിതന്മാരോ ശാസ്ത്രാർത്ഥികളോ അല്ലെങ്കിൽ അധ്യക്ഷനായ ജനക മഹാരാജാവോ ഗാർഗിയോട് ഉപരമിക്കാൻ യാജ്ഞവൽക്യ മഹർഷി കൽപ്പിച്ചപ്പോൾ ആരും അതിനെ എതിർക്കാഞ്ഞത്. അതുകൊണ്ട് ഗാർഗിക്ക് ഉപരമിച്ചേ നിവൃത്തിയുള്ളൂ അല്ലേ. അത് നമ്മൾ അവിടെ കണ്ടു. അതിനുശേഷം തൃതീയോധ്യായം, സപ്തമ ബ്രാഹ്മണം. 23 മന്ത്രങ്ങളായിരുന്നു അതിൽ. അന്തർയാമി ബ്രാഹ്മണം. അന്തർയാമി ബ്രാഹ്മണം അവിടെ അന്തർയാമി എന്ന വിചാരം, ഉദ്ദാലകൻ, ആരുണി അല്ലേ. നമ്മൾ ആ ഒന്നാമത്തെ മന്ത്രം ഇല്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. അത് നമ്മൾ പഠിച്ചത് നവരാത്രിക്ക് മുമ്പായിരുന്നു. തൃതീയോധ്യായം, സപ്തമ ബ്രാഹ്മണം, അന്തർയാമി ബ്രാഹ്മണം. ഒന്നാമത്തെ മന്ത്രം തന്നെ 4 ദിവസം എടുത്തു പഠിക്കാനായിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകണ്ട എന്ന് തോന്നുന്നു. പക്ഷെ മനനം ചെയ്യണം. ഉദ്ദാലകൻ, ആരുണി ആര് അല്ലേ, അദ്ദേഹം ചോദ്യം ചോദിക്കുന്നു. ഇതുപോലെ തന്നെ പതഞ്ജലൻ കാപ്യൻ്റെ വീട്ടിൽ അദ്ദേഹവും സുഹൃത്തുക്കളും വന്നു. അപ്പോൾ ഭാര്യയിൽ ഗന്ധർവൻ പ്രവേശിച്ചു. ആ ഗന്ധർവനോടായിക്കൊണ്ട് ചോദ്യം ചോദിക്കുന്ന ആര്, ഉദ്ദാലകനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടെ ചോദ്യം ചോദിക്കുന്നു. ആ ഗന്ധർവൻ മറുപടി പറയുന്നു. ആരോടായിക്കൊണ്ട്? ആ വീട്ടിൻ്റെ ഗ്രഹനാഥനായ പതഞ്ജലനോടും പിന്നെ ചോദ്യകർത്താക്കളോടുമായിട്ടുള്ള മറുപടിയാണ് നമ്മളവിടെ 2ാമത്തെ മന്ത്രം മുതൽ 23ാമത്തെ മന്ത്രം വരെ
ഏഷദ ആത്മാ അന്തര്യാമി അമൃത എന്ന് യാജ്ഞവൽക്യ മഹർഷി ആവർത്തിച്ച് അവിടെ പറഞ്ഞു തരികയാണ് ചെയ്തത്. എന്താണ് അന്തര്യാമി സൂത്രാത്മാ എന്നൊക്കെ ചോദിച്ചപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, അത് അമൃതസ്വരൂപനാകുന്നു. ആ അന്തര്യാമിയാണ് ഗൗതമ സമഷ്ടി പ്രാണനായിരിക്കുന്നത്. ആ അൽഗുരിതം വരച്ചവർ അത് നോക്കുക, ആ ടേബിൾ ഉള്ളവർ നോക്കുക. രണ്ടാമത്തെ മന്ത്രത്തിൽ അമൃതം അന്തര്യാമി എന്ന് പറഞ്ഞ് സമഷ്ടി പ്രാണനോട് ഉപമിച്ചുകൊണ്ട്, ഇതൊക്കെ ഉപമകളാണ്, ഉപമിച്ചുകൊണ്ട് പറഞ്ഞു പരമാത്മാവാകുന്നു. പൃഥിവിയെ ഉപമിച്ചുകൊണ്ട് പറഞ്ഞു. അന്തര്യാമി അമൃത സ്വരൂപൻ തന്നെയാണ് പൃഥിവിയായിരിക്കുന്നതും. അടുത്തത് ജലത്തിനെ ഉപമിച്ചുകൊണ്ട് പറഞ്ഞു. അന്തര്യാമി അമൃത സ്വരൂപനാണ് ജലമായിരിക്കുന്നത്, അല്ലെ ജലരൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് അഗ്നി, അന്തരീക്ഷം, വായു, ദ്യുലോകം, ആദിത്യൻ, ദിക്കുകള്, ചന്ദ്രനക്ഷത്രാദികള്, ആകാശം, തമസ്, തേജസ്, സർവഭൂതേഷു സർവ ജീവചരാചരങ്ങളും പറഞ്ഞു. അതിനുശേഷം 16ാമത്തെ മന്ത്രം മുതൽ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും പ്രപഞ്ചത്തിനെക്കുറിച്ചും ലോകങ്ങളെക്കുറിച്ചും ഉദാഹരണം പറഞ്ഞതിന് ശേഷം നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട്, അതായത് നമുക്ക് ജലം കാണുമ്പോഴോ വിദ്യുതി കാണുമ്പോഴോ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത് പരമാത്മാവാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും, അല്ലേ, ആ ഘ്രാണേന്ദ്രിയനായിരിക്കുന്നത്, അല്ലേ, വാഗേന്ദ്രിയനായിരിക്കുന്നത്, ചക്ഷുരേന്ദ്രിയനായിരിക്കുന്നത്, ശ്രോത്രേന്ദ്രിയനായിരിക്കുന്നത്, സ്പർശനേന്ദ്രിയനായിരിക്കുന്നത്, മനസ്സായിരിക്കുന്നത്, ബുദ്ധിയായിരിക്കുന്നത്, അവസാനം ഉപസ്ഥേന്ദ്രിയനായിരിക്കുന്നതും. അപ്പം എല്ലാ ഇന്ദ്രിയങ്ങളും ആയിരിക്കുന്നത് പരമാത്മാവ് തന്നെയാണ്. അത് പറഞ്ഞു. ഏഷദ ആത്മാ അന്തര്യാമി അമൃത. നമുക്ക് അവസാനത്തെ ഭാഗം ഒന്ന് ഒരുമിച്ച് ചൊല്ലാം. അദൃഷ്ടോ ദൃഷ്ട, 23ാമത്തെ മന്ത്രത്തിന്റെ അവസാന ഭാഗം. അദൃഷ്ടോ ദൃഷ്ട, അശ്രുതഃ ശ്രോത, അമതോ മന്ദ, അവിജ്ഞാതോ വിജ്ഞാത, നാന്യതോസ്തി ദൃഷ്ട, നാന്യതോസ്തി ശ്രോത, നാന്യതോസ്തി മന്ദ, നാന്യതോസ്തി വിജ്ഞാത, ഏഷദ ആത്മാ അന്തര്യാമി അമൃതഃ അതഃ അന്യത് ആർത്തം. ഏഷദ ആത്മാ അന്തര്യാമി അമൃതഃ അതഃ അന്യത് ആർത്തം. അല്ല, അത്രയെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചോ എങ്ങനെയെങ്കിലും മനനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാം ആത്മാക്കളിൽ, ജീവാത്മാക്കളിൽ കുടികൊള്ളുന്നത് അന്തര്യാമിയായിരിക്കുന്നത്, അല്ലെ. അന്തര്യാമി എന്ന് പറഞ്ഞാൽ ആധാരമായിരിക്കുന്നത്, അല്ലെ. നമ്മൾ പഠിച്ചിരുന്നു അന്തഃ തിഷ്ഠതി ഗമയതീതി അന്തര്യാമി എന്നുള്ള വാക്കുകളൊക്കെ. ആ ഡെഫിനേഷനൊക്കെ വിട്ടേര്. അത് നമ്മൾ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കുന്നത് കൊണ്ടാണ് പരിഭാഷകളൊക്കെ നമ്മൾ പഠിക്കുന്നത്. മനനത്തിന് വേണ്ടി അതൊന്നും അല്ല ആവശ്യം. നമുക്ക് അന്തര്യാമി എന്ന് പറഞ്ഞാൽ എല്ലാവരിലും കുടികൊള്ളുന്ന ആ ചൈതന്യമാണ്. അതിന് ശാസ്ത്രം അന്തര്യാമി എന്ന ഒരു വിശേഷണ നാമം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാകുന്നു ഉദ്ദാലക അല്ലെങ്കിൽ ഗൗതമ നീ ചോദിച്ച അന്തര്യാമി, അല്ലേ. അതിൽ നിന്നും അന്യമായി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതഃ അന്യതാത്മ, പരമാത്മാവല്ലാതെ ഒന്നും ശാശ്വതമായിട്ടില്ല. ഇത് കേട്ടതോടുകൂടി ഉദ്ദാലകൻ്റെ കയ്യിലെ സ്റ്റോക്കൊക്കെ തീർന്നു. അദ്ദേഹത്തിന് ഇനിയും ചോദിക്കാനൊന്നുമില്ല. അതോടുകൂടി ഉപരമിച്ചു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത അഷ്ടമബ്രാഹ്മണം, തൃതീയോധ്യായം, അഷ്ടമബ്രാഹ്മണം. ഗാർഗി, അല്ലേ. വീണ്ടും ഗാർഗി വന്നതാണ്. ഗാർഗിയുടെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഗൗതമൻ അല്ലെങ്കിൽ ഉദ്ദാലകൻ ഉപരമിച്ചതിന് ശേഷം ഗാർഗി എല്ലാവരോടുമായി പറഞ്ഞു, എനിക്ക് രണ്ടാമത് അവസരം വേണം. ആ അവസരത്തിലും ഗാർഗിയുടെ ചോദ്യം 6ാമത്തെ ബ്രാഹ്മണത്തിലെ ചോദ്യം തന്നെയായിരുന്നു. ഓതപ്രോതം എന്ന ചോദ്യമായിരുന്നു.
യാജ്ഞവൽക്യ മഹർഷി അതിന് ആകാശം എന്ന മറുപടി കൊടുത്തു. ഗാർഗി അതിൽ സമ്മതമായില്ല, ആ ഉത്തരത്തിൽ, അല്ലെങ്കിൽ തൃപ്തയായില്ല ആ ഉത്തരത്തിൽ. അപ്പോഴെന്ത് ചെയ്തു? ആകാശമേവ എന്ന് വീണ്ടും പറഞ്ഞു കൊടുത്തു. ആകാശത്തിൻ്റെ ലക്ഷണം നമ്മൾ കണ്ടതാണ് അല്ലേ? ആകാശം, ആകാശമേവ. ആ സമന്താൽ കാശതേ പ്രകാശതേ, എല്ലാറ്റിലും പ്രകാശം. അവിടെ പ്രകാശം എന്ന് വെച്ചാൽ ചൈതന്യം. നമ്മൾ ചൈതന്യം പഠിച്ചത് തൈത്തിരീയ ഉപനിഷത്ത് ബ്രഹ്മാനന്ദവല്ലിയിൽ, സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ, അവിടെ പഠിച്ചു. പിന്നെ നമ്മൾ ചൈതന്യം പഠിച്ചത് ചാന്തോക്യ ഉപനിഷത്തിൽ. എവിടെ പഠിച്ച്? ഇന്ദ്രനും വിരോചനനും ബ്രഹ്മാജി ഉപദേശിച്ചു കൊടുക്കില്ലേ 8ാം അധ്യായത്തിൽ, അവിടെയും ചൈതന്യ സ്വരൂപം എന്ന് പഠിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ആകാശമെന്ന് മറ്റൊരു പേര് അല്ലേ? സച്ചിദാനന്ദൻ എന്നുള്ളതിൽ ആ ചിത്തിനെ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ആകാശമെന്ന് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ഗാർഗി അതിൽ തൃപ്തയല്ലാത്തത് കൊണ്ട്, പക്ഷെ വളരെ ആദരവോടുകൂടി ഗാർഗി പറഞ്ഞു, അല്ലയോ യാജ്ഞവൽക്യ മഹർഷി, നമസ്തേ അസ്തു യാജ്ഞവൽക്യ യോമായേദം വ്യവോചഃ അപരസ്മേ ധാരയസ്വ ഇതി പൃച്ഛ ഗാർഗി ഇതി. അല്ലേ? എൻ്റെ പ്രഥമ ചോദ്യത്തിനുള്ള ഉത്തരം അങ്ങ് വിസ്തരിച്ചു നൽകി, അതൊക്കെ ശരി തന്നെ. പക്ഷെ എനിക്ക് ആ വിസ്താരം പോരാ, എനിക്ക് കൂടുതലായിട്ട് വിസ്തരിച്ചു വേണം എന്ന് ഗാർഗിയുടെ ആവശ്യപ്രകാരം യാജ്ഞവൽക്യ മഹർഷി വിസ്തരിച്ച് പറയുകയാണ് ചെയ്തത്. അതിൽ ആ വിസ്താരം നമ്മൾ കണ്ടു. 8ാമത്തെ മന്ത്രത്തിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാക്കുകളൊന്നും മനപ്പാഠം പഠിച്ചില്ലേലും അവിടെ അധ്യാരോപ കഴിഞ്ഞതിന് ശേഷം അപവാദം, 8ാമത്തെ മന്ത്രം അപവാദം, ആ അപവാദം പറഞ്ഞു കൊടുത്തത് അസ്തൂലാണെന്നും ഹ്രസ്വ ഇത്യാദി ഇതൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അജ്ഞാനമുള്ളിടത്തോളം കാലം ഈശ്വര സാക്ഷാത്കാരം എന്നത് നമുക്ക് സാധ്യമല്ല. കാരണം ഇന്ദ്രിയഗ്രാഹ്യരഹിത, ബുദ്ധിഗ്രാഹ്യരഹിത, മനഗ്രാഹ്യരഹിത ഇത്യാദികളാണ് നമ്മൾ കണ്ടത്. അലോഹിതം, അസ്നേഹം, അച്ചായ വാക്കുകളൊക്കെ അതിലേക്ക് പോയത്. പക്ഷെ അതിൻ്റെ സാരം ഇത്രയേ ഉള്ളായിരുന്നു. അജ്ഞാനമുള്ളിടത്തോളം കാലം എൻ്റെ മനസ്സുകൊണ്ടോ അല്ലേ, എൻ്റെ ബുദ്ധി കൊണ്ടോ അല്ലെ എൻ്റെ നമ്മൾ സാധാരണ അറിവ് നേടുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അറിവോ അല്ലെങ്കിൽ ഭോഗവസ്തുക്കളോ നേടുന്നത് എങ്ങനെയാണ്? നമ്മൾ ബുദ്ധി കൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അല്ലേ, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ കർമ്മം ചെയ്ത് പണം ഉണ്ടാക്കി നമ്മൾ ഭോഗങ്ങൾ നേടുന്നത് അല്ലേ? അല്ലെ അറിവാണെങ്കിൽ ഞാൻ കർമ്മം ചെയ്ത് ബുദ്ധിയിലൂടെ അറിവ് നേടും. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം? ബുദ്ധിയോ മനസ്സോ ഇന്ദ്രിയങ്ങളോ ഒക്കെ വേണം. പക്ഷെ അതിനും അപ്പുറത്താണ് പരമാത്മ അല്ലേ? നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മാനന്ദവല്ലിയിൽ തൈത്തിരീയ ഉപനിഷത്ത്, യതോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാ ന വിഭേദി കുതച്ഛനേതി. അല്ലേ? അപ്രാപ്യ മനസാ സഹ, മനസ്സുകൊണ്ട് പ്രാപിക്കാൻ സാധിക്കുന്നതല്ല. അപ്പം നമ്മൾ ആ തെറ്റിദ്ധാരണ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ഞാൻ ഒരുപാട് ജപം ചെയ്ത് സാധന ചെയ്ത് ഉപാസന ചെയ്ത് എനിക്കൊരിക്കൽ ഭഗവാനെ പ്രത്യക്ഷത്തിലാക്കാം. അപ്രാപ്യ മനസാ സഹ അല്ലേ? അത് ഓർക്ക വേണം. അതാണ് ഇവിടെ പറഞ്ഞത്. കാരണം എന്താ? മനസ്സിനും ബുദ്ധിക്കും ഒക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വസ്തുക്കളോ വിഷയങ്ങൾക്കോ പരിമിതിയുണ്ട് അല്ലേ? നമുക്കിപ്പോൾ ഒരുപാട് പണമുണ്ട്, റോക്കറ്റ് കയറി സ്പേസിലോ അല്ലെ എവിടെയെങ്കിലും ഒക്കെ പോകും, അല്ലെ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ട് പുണ്യം സമ്പാദിച്ച് സ്വർഗ്ഗലോകങ്ങളിലൊക്കെ പോകും. അതൊക്കെ നമുക്ക് പ്രാപ്യമാകുന്നതാണ്, കർമ്മത്തിലൂടെ നേടാൻ സാധിക്കുന്നതാണ്. പരമാത്മാവ് അതിനും അപ്പുറത്താണ്. അതിനും അപ്പുറം എന്ന് വെച്ചാൽ ഒരു ലോകത്തെന്നല്ല, അതിനും അപ്പുറത്തുള്ള സത്യമാകുന്നു എന്ന് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ പറഞ്ഞു. നമ്മൾ അതിൻ്റെ ചുരുക്കം കണ്ടിരുന്നു. പരമാത്മ കർമ്മേന്ദ്രിയ, ജ്ഞാനേന്ദ്രിയ അല്ലേ, വിഷയ
രഹിത അല്ല പ്രാപ്യരഹിത അല്ലേ, അതായത് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സോ ബുദ്ധിയോ ഇത്യാദികൾ കൊണ്ടോ അറിയാൻ സാധിക്കുന്ന വിഷയമോ വസ്തുവോ അല്ല. അതാര് തിരിച്ചറിയുന്നു അവർ ജീവൻ മുക്ത. അല്ല, അതാണ് ഈശ്വര സാക്ഷാത്കാരം. അപ്പോൾ ഒരു ബിംബത്തിലോ അല്ലെ ഒരു പ്രതീകങ്ങളിലോ ഒരു ക്ഷേത്രത്തിലോ ഒരു ലോകത്തോ ഒന്നും ഒതുങ്ങുന്നയാളല്ല എന്ന് 23 ലക്ഷണങ്ങളോട് കൂടി പറഞ്ഞു തന്നത് നമുക്ക്. അതിനുശേഷം 9ാമത്തെ മന്ത്രത്തിൽ അതും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. 9ാമത്തെ മന്ത്രത്തിൽ യാജ്ഞവൽക്യ മഹർഷി നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് വീണ്ടും അധ്യാരോപം പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ അല്ലേ, ഒന്നും ശാശ്വതമല്ല എന്ന് എനിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളുവാനുള്ള ആ പാകത വന്നിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട. എല്ലാം ഉണ്ട്, എനിക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് സുഖമുണ്ട്, ദുഃഖമുണ്ട് ഇത്യാദികളുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ സൃഷ്ടിച്ചത് പരമാത്മാവാകുന്നു അല്ലെ. ഈശ്വര സ്വരൂപ വർണ്ണനാമന്ത്രം. ഈശ്വരൻ ആരായിരുന്നു? ജഗത് കാരണകർത്ത അല്ലെ, അല്ലെങ്കിൽ ജഗത് സൃഷ്ടികർത്ത. ആ ജഗത്തുണ്ടെങ്കിൽ ജഗത്തുണ്ട്, ശരി, സമ്മതിച്ചു, ജഗത്തിനെ സൃഷ്ടിച്ചവൻ. അതിൽ ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഉദാഹരണമായിട്ട് സൂര്യചന്ദ്രാദി ലോകങ്ങൾ, ദേവതകളെ പറഞ്ഞു, കാലതത്വത്തെ പറഞ്ഞു, ദിശകളെ പറഞ്ഞു, നദിയുടെ ഉദാഹരണം പറഞ്ഞു. അതിനുശേഷം മനുഷ്യൻ്റെ ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണത്തിൽ ദാനമെന്ന ഉദാഹരണം, യാഗമെന്ന ഉദാഹരണം, ശ്രാദ്ധമെന്ന ഉദാഹരണം അല്ലേ, ദാനമെന്ന ഉദാഹരണം, യാഗമെന്ന ഉദാഹരണം, ശ്രാദ്ധമെന്ന ഉദാഹരണം മനുഷ്യൻ്റെ ഉദാഹരണത്തിൽ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അതിനുശേഷം ഗാർഗിയോട് യാജ്ഞവൽക്യ മഹർഷി മനുഷ്യജന്മത്തിൻ്റെ മഹിമ പറഞ്ഞു കൊടുത്തു. ഗാർഗി, നീ ബ്രഹ്മവാദിനിയാണ്, നീ നവരത്നമാണ്, നിന്നെപ്പോലൊരു പണ്ഡിത ശ്രേഷ്ഠ ഈ സഭാമണ്ഡപത്തിലില്ല. എത്ര അനേകം ബ്രാഹ്മണന്മാർ ശാസ്ത്രാർത്ഥികളൊക്കെ ഇരുന്നാലും അവരിൽ ഏറ്റവും കേമയായിരിക്കുക അല്ലെങ്കിൽ ശ്രേഷ്ഠയായിരിക്കുന്നത് ഗാർഗിയാണ്. ആ ഗാർഗി, നീ മനുഷ്യജന്മം കിട്ടിയിട്ട് എൻ്റെ പുറകെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് നടക്കാതെ നീ എന്ത് ചെയ്യണം? അത് തിരിച്ചറിയൂ ഗാർഗി. അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ അല്ലേ. മനുഷ്യൻ അജ്ഞാനം ഉള്ളിടത്തോളം കാലം മനുഷ്യജന്മത്തിൻ്റെ മഹിമ തിരിച്ചറിയാൻ സാധിക്കില്ല ഗാർഗി. അതുകൊണ്ട് ദയവായി നീ കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, ആ വിദിത്വാദ് അസ്മിൻ ലോകേ ജുഹോതി അല്ലേ, ആ മനുഷ്യജന്മ മഹിമ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗാർഗിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന തെറ്റെന്തെന്ന് ഗാർഗിക്ക് മനസ്സിലായി. ഒന്നാമത്തെ തെറ്റ്, ഇത്രയും പാണ്ഡിത്യം എനിക്ക് കിട്ടി, ലോകം എനിക്ക്, ജനകപുരി എന്ന രാജ്യം എനിക്ക് ബ്രഹ്മവാദിനി എന്ന പട്ടം നൽകി അല്ല, ആ ഡെസിഗ്നേഷനാണത്, അത് നൽകി. ജനകപുരി എന്ന രാജ്യം എനിക്ക് നവരത്നം എന്ന ഡെസിഗ്നേഷൻ നൽകി. ഇത്രയൊക്കെ കിട്ടിയിട്ട് ഞാൻ എൻ്റെ മഹിമ തിരിച്ചറിയാണ്ട് പോയാൽ ബ്രഹ്മഹത്യാപാപം എനിക്കുണ്ടാകും അല്ലേ എന്ന് മനസ്സിലാക്കി ഗാർഗി യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് ഒരു ക്ഷമാപണമാണ് പറയുന്നത്. ആ ക്ഷമാപണം അർപ്പിക്കുന്നത് എല്ലാവരോടും പറഞ്ഞുകൊണ്ടാണ്. ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാണ്. ആ തയ്യാറാകലാണ് അവിടെ നമ്മൾ 12ാമത്തെ മന്ത്രത്തിൽ കാണുന്ന നമസ്കാരം. ആ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തെറ്റ് തിരുത്തുന്നു, മനസ്സിലാക്കുന്നു. എന്ത് പാണ്ഡിത്യം ഉണ്ടായാൽ കാര്യമില്ല അല്ലേ, ആ പാണ്ഡിത്യത്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തണം എന്ന തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു, അത് ഞാൻ തിരുത്തുന്നു. എങ്ങനെ? നമസ്കരിച്ചുകൊണ്ട് മഹാത്മാവിനെ, അതായത് യാജ്ഞവൽക്യ മഹർഷിയെ നിങ്ങളും അത് തിരിച്ചറിയൂ. അസ്മാകം യുഷ്മാകം ഇമം യാജ്ഞവൽക്യഃ കച്ചിത് ബ്രഹ്മോദ്യം ന ജയത ഇതി
നിങ്ങൾക്ക് ജയിക്കുവാനോ എനിക്ക് ജയിക്കുവാനോ ആരാലും ജയിക്കുവാൻ സാധിക്കുന്നയാളല്ല യാജ്ഞവൽക്യ മഹർഷി എന്ന് പറഞ്ഞുകൊണ്ട് വാദപ്രതിവാദം വാചജ്ഞവി അവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അക്ഷരബ്രാഹ്മണം അവസാനിച്ചു. ഇനി നമ്മൾ നാളെയും മറ്റന്നാളും അവധിയാണ്. 2 ദിവസം കൊണ്ട് നമ്മൾ ഈ 3/4 മണിക്കൂർ പറഞ്ഞത് മറന്നു പോകരുത്. നമുക്ക് തിങ്കളാഴ്ച മുതൽ ഇത് തുടങ്ങാം. ശാകല്യ ബ്രാഹ്മണം വളരെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ ഇത്രയൊക്കെ ഗാർഗി പറഞ്ഞിട്ടും എല്ലാവരും ആ തെറ്റ് തിരുത്തുവാനോ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ യാജ്ഞവൽക്യ മഹർഷിയുടെ മഹിമ തിരിച്ചറിയുവാനോ എല്ലാവരും ഒന്നും തയ്യാറാകണമെന്നില്ല. അപ്പോൾ എന്താണ്, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എനിക്ക് ചോദ്യം ചോദിക്കണം എന്ന് അഗർവത്തോടുകൂടി അടുത്തയാൾ വരികയാണ്. ശാകല്യ അല്ലേ, നമ്മൾ ആ ഇൻഡെക്സ് ഒക്കെ എഴുതിയിരുന്നു. ഹിരണ്യഗർഭ ബ്രാഹ്മണം അഥവാ ശാകല്യ ബ്രാഹ്മണം. അവിടെ ദേവതകളെ കുറിച്ച് ചോദിക്കുകയാണ് ശാകല്യം ചെയ്യുന്നത്. ദേവതകൾ പലവരും പല കണക്കാണല്ലോ പറയുന്ന യാജ്ഞവൽക്യ മഹർഷി അല്ലേ. ഇവിടെ മഹർഷി എന്നൊന്നും വിളിക്കുന്നില്ല, നമ്മൾ ആദരണാർത്ഥം പറയുന്നേ ഉള്ളൂ. പലരും പല കണക്ക്, ചിലവർ പറയുന്നു 3 ദേവതകൾ, ചിലവർ പറയുന്നു 30, ചിലവർ 300, ചിലവർ 3000, ചിലവർ 33 ഇത്യാദി. ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഗണിതശാസ്ത്രമാണല്ലോ. അതുകൊണ്ട് ഇത് ശരിക്കും പ്രൂഫോടുകൂടി അങ്ങ് തന്നെ പറഞ്ഞു തരൂ അല്ലേ. അങ്ങക്ക് വേദാന്ത ശാസ്ത്രത്തിൽ പരിജ്ഞാനം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി എനിക്ക് ഗണിതശാസ്ത്രത്തിൽ ഉണ്ടോ എന്ന് ഞാനൊന്ന് പരീക്ഷിക്കട്ടെ എന്ന ഭാവത്തോടുകൂടി ശാകല്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ യാജ്ഞവൽക്യ മഹർഷി വളരെ കൃത്യമായിട്ട് കണക്ക് അണുവിട മാറാതെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പം മനസ്സിലാകും ദേവതകളെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഉപാസനയെക്കുറിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചു. കാരണം ആരും ഇതുവരെ ചോദിച്ചില്ല ഉപാസനയെക്കുറിച്ച് അല്ലേ. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആദ്യത്തെ 3 പേര് സ്വർഗലോകത്ത് പോകുന്നത്, അതിലെ യജ്ഞയാഗാദികളെ കുറിച്ച് ആണ് ചോദിച്ചത്. ഋഗ്യജു സാമ അഥർവണ വേദത്തിലെ യജ്ഞയാഗാദികളെ കുറിച്ച് ചോദിച്ചത്. അവിടെ ഉപാസന വന്നില്ല. പിന്നെ അടുത്തത് ഉഷസ്ഥൻ മുതൽ ഗാർഗി വരെ ഉള്ളവർ അന്തർയാമിയെക്കുറിച്ച് ഓതപ്രോതത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. അവിടെ ഉപാസന വന്നില്ല. അപ്പോൾ ഉഷസ്ഥൻ ഇവരൊക്കെ ചോദിച്ചത് ഇങ്ങനെയാണെന്ന് കണ്ടിട്ട് ശാകല്യം വിചാരിച്ച് ഉപാസനയെക്കുറിച്ച് ചോദിക്കാമെന്ന് കണ്ട് യാജ്ഞവൽക്യ മഹർഷിയോട് ഹിരണ്യഗർഭ ഉപാസന ചോദിക്കുകയാണ്. അപ്പോൾ അതിനും യാജ്ഞവൽക്യ മഹർഷി വ്യക്തമായി മറുപടി പറയുന്നു. അതിനുശേഷം ശാകല്യൻ ഇനി ചോദിക്കാൻ ചോദ്യമൊന്നുമില്ല. അപ്പോഴെന്ത് ചെയ്യുന്നു, ശാകല്യൻ ഉപരമിക്കുകയാണ്. പക്ഷെ യാജ്ഞവൽക്യ മഹർഷി ആ ബ്രാഹ്മണത്തിൻ്റെ അവസാനമായിക്കൊണ്ട് ശാകല്യനോടും ബാക്കിയിരിക്കുന്ന ജനക മഹാരാജാവും ബാക്കി വിദ്വാൻമാരോടുമായിക്കൊണ്ട് അങ്ങോട്ട് ചോദ്യം ചോദിക്കുകയാണ്. അതിന് മറുപടി ആരും പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഗാർഗി പറഞ്ഞത് സത്യമാണെന്ന്. എന്താണ് ഗാർഗി പറഞ്ഞത്? ആരാലും ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. ആ സത്യം ആദ്യം ഗാർഗി തിരിച്ചറിഞ്ഞു, അവസാനം എല്ലാവരും തിരിച്ചറിയുകയാണ്. അങ്ങനെ വിദ്വത്സഭ അംഗീകരിക്കുകയാണ്. യാജ്ഞവൽക്യ മഹർഷിയാണ് ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിലെ പ്രഥമ പണ്ഡിത ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ പാണ്ഡിത്യരത്നം കൊടുക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി. അപ്പം ഇത് കണ്ടിട്ട് ജനക മഹാരാജാവിന് വളരെ സന്തോഷവും എന്താ പറയുക, അറിവ് നേടാനുള്ള ആഗ്രഹവും കൂടുതലായിട്ട് വരികയാണ്. അയ്യോ, ജനക മഹാരാജാവ് നിസ്സാരക്കാരനല്ല, അഷ്ടാവക്ര മഹർഷിയൊക്കെ ഗുരുവായി വന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിന് പാണ്ഡിത്യമുണ്ട്. അനേകം ഗുരുക്കന്മാരുടെയൊക്കെ കീഴിൽ പഠിച്ച ആളാണ്. പക്ഷേ എൻ്റെ അറിവ് പൂർണ്ണമല്ല, ഇത്രയും വലിയൊരു പണ്ഡിത ശ്രേഷ്ഠനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷിയോട് പറയുകയാണ്, എനിക്ക് അങ്ങയുടെ ശിഷ്യനാകണം എന്ന് പറയുകയാണ്. അങ്ങനെ ജനക മഹാരാജാവിനെ അംഗീകരിക്കുകയാണ് ശിഷ്യനായി. കാരണം എന്താണ്,
1000 പശുക്കളെ കിട്ടിയുള്ളൂ. 1000 പശുക്കളെ കൊണ്ട് എത്ര കാലം ഗുരുകുലം നടത്താൻ പറ്റും? അല്ല, ഇനി എന്നാണ് യാജ്ഞവൽക്യ മഹർഷി ഈ വിദ്വത്സഭ അടുത്തതായി നടത്തി അടുത്ത ഈ വിദ്വാൻമാരെയൊക്കെ ഞാൻ തോൽപ്പിച്ച് ഇനി എനിക്ക് എന്ന് 1000 പശുവിനെ കിട്ടാനാണ്? അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിക്ക് അറിയാം എൻ്റെ വിദ്യാർത്ഥികൾ പട്ടിണി കിടക്കുകയാണ്, അതുകൊണ്ട് ഇനിയും പോരട്ടെ. ജനക മഹാരാജാവിനെ പോലെയുള്ള ഏറ്റവും ശ്രേഷ്ഠനായ ചക്രവർത്തിയായ രാജാവിനെ ശിഷ്യനായി കിട്ടിയാൽ പിന്നെ ആയുഷ്കാലം ഗുരുകുലം നടന്നോളും. അപ്പോൾ ആ ഒരു വിദ്യയെ ദാനം ചെയ്യണമെന്നുള്ള, വിദ്യാർത്ഥികളെ സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് സമ്മതിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി, ശിഷ്യനായി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത്. 4-ാം അധ്യായത്തിൽ പക്ഷേ അവിടെ നമുക്ക് ഈ കൃപണൻ എന്ന വാക്കില്ലേ, ആരും മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ അന്ന് അഞ്ച് അർത്ഥങ്ങൾ പറഞ്ഞു തന്നത്. പക്ഷെ ആ കൃപണൻ എന്ന വാക്ക് നമുക്ക് അവിടെ ആവശ്യം വരും. അതായത് ചതുർത്ഥ അധ്യായം 4-ാമത്തെ അധ്യായത്തിൽ 6 ബ്രാഹ്മണങ്ങളിലായിക്കൊണ്ട് ഓരോ ബ്രാഹ്മണം കഴിയുമ്പോഴും ജനക മഹാരാജാവ് പറയും, ഞാൻ ഇത്ര തരാം എന്ന് പറഞ്ഞു. അല്ല, ഞാൻ 500 റുപ്യ തരാം. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ? 500 റുപ്യ ഒരു മാസം, അല്ലേ? അല്ലെങ്കിൽ ഒരു വർഷത്തേന് ഇത്രയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകാറില്ലേ? പക്ഷെ എന്നാലേ ഉള്ളൂ വിലയുള്ളെന്ന് തോന്നുന്നു, അല്ലേ? അപ്പം നമ്മൾ അറ്റൻഡ് ചെയ്യും ക്ലാസ്. ഇപ്പം കാലം മാറിയപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ആദ്യത്തെ ബ്രാഹ്മണം കഴിയുമ്പോൾ ജനക മഹാരാജ പറഞ്ഞു, ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ഇത്ര ഭാഗം തരാം, അല്ലേ? ഇത്ര നാട്ടുരാജ്യങ്ങൾ അങ്ങേക്ക് തരാം, അല്ലെ അതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റൊക്കെ എത്ര സമ്പാദ്യമാണോ അത് ഞാൻ തരാം. അത് കഴിഞ്ഞ് അടുത്ത ബ്രാഹ്മണം കഴിയുമ്പോൾ ഇത്ര തരാം, അടുത്തത് കഴിയുമ്പോൾ ഇത്ര തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഈ കളി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ജനക മഹാരാജാവിൻ്റെ ഇത് കണ്ടിട്ട് യാജ്ഞവൽക്യ മഹർഷിക്ക് അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, എത്ര കിട്ടിയാലും സന്തോഷം, അല്ലേ? ഗുരുകുലം നടത്താമല്ലോ എന്നുള്ള ആ ധാരണയോടുകൂടി അദ്ദേഹം തൻ്റെ എന്താണ് ജോലി, ഏറ്റെടുത്ത ജോലി പഠിപ്പിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവസാനം ജനക മഹാരാജാവിന് തിരിച്ചറിവുണ്ടാകും. ഗാർഗിക്ക് എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ തന്നെ ഇത് എത്ര പണം കൊടുത്താലോ എന്ത് കൊടുത്താലോ നേടാവുന്നതിനും അപ്പുറത്താണ് ബ്രഹ്മവിദ്യ. അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠൻ്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറിവിന് മുന്നിൽ, ജ്ഞാനത്തിന് മുമ്പിൽ ഞാൻ നൽകുന്ന ദക്ഷിണകളൊന്നും വിലപ്പോവില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ രാജ്യം മുഴുവനും, എല്ലാ നാട്ടുരാജ്യങ്ങളും അതിലുള്ള ഖജനാവിലുള്ള സർവ്വസമ്പത്തുകളും തൻ്റെ ഈ വസ്ത്രം പോലും എല്ലാം ഞാൻ തയ്യാറാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് യാജ്ഞവൽക്യ മഹർഷി പറയും, ഇതൊന്നും എൻ്റെ സ്വത്തല്ല, ഞാൻ പറഞ്ഞു തന്നതൊന്നും ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചതോ ഞാൻ ഇൻവെൻറ്റ് ചെയ്തതോ ഒന്നുമല്ല, ഇതെനിക്ക് പരമ്പരകളിലൂടെ കിട്ടിയതാണെന്ന് പറഞ്ഞ് നമ്മൾ ബ്രഹ്മവിദ്യാപ്രകരണത്തിൽ 2-ാം അധ്യായത്തിൻ്റെ അവസാന ബ്രാഹ്മണത്തിൽ വംശബ്രാഹ്മണം പഠിച്ചില്ലേ? ഒരുപാട് മഹാത്മാക്കളുടെ പേരിങ്ങനെ പറഞ്ഞു അത് വീണ്ടും യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, വംശബ്രാഹ്മണം. ഈ വംശങ്ങളിലൂടെ അവർക്കാണ് അങ്ങ് ദക്ഷിണ നൽകേണ്ടത്. അത് ഈ സംഖ്യാപരമായ ദക്ഷിണകളല്ല, അങ്ങയുടെ നമസ്കാരമാണ് വേണ്ടതെന്ന് പറഞ്ഞ് വംശത്തിനെ സ്തുതിച്ചുകൊണ്ടാണ് ഇത് തീരുന്നത്. ഈ അധ്യായം പഠിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തുടരാൻ. ഞാൻ ഈ ബ്രാഹ്മണത്തിൻ്റെ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ശാകല്യ ബ്രാഹ്മണത്തിൻ്റെ ഇനി വരാനിരിക്കുന്നത് ഞാൻ ഗ്രൂപ്പിലിടാം. നിങ്ങൾ സമയം പോലെ വായിച്ചു നോക്കുക, എഴുതിയൊന്നും എടുക്കേണ്ട, ഒരുപാടുണ്ട്. ഞാനത് ഗ്രൂപ്പിലിടാം. ശനി ഞായർ അവധിയാണ്. നിങ്ങൾ സമയം പോലെ എന്താണോ അയച്ചത് അത് വായിച്ചു നോക്കുക. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ
वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं। श्रीगुरुभ्यो नमः। हरिः ओम्।